നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. നാം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലൂടെ എത്തുന്നത് നമ്മുടെ കുറവുകളാണ്. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള കുറവുകളെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ യഥാർത്ഥത്തിൽ കുറവുകളെ ചവിട്ടുപടിയാക്കി മാറ്റാൻ നാം ശീലിച്ചു കഴിഞ്ഞാൽ, കുറവുകളെ അവസരമാക്കി മാറ്റാൻ നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കൊരുപാട് വിജയങ്ങളെ സ്വായത്തമാക്കാൻ കഴിയും. സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്കൊരുപാട് കുറവുകൾ തന്നിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനായി കൂടുതലായി ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മളാരും കുറവുകളെ കുറിച്ച് ആലോചിക്കുക എന്നതിന് പുറത്ത് നമ്മുടെ കഴിവുകളെ കുറിച്ചും നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ചും കൂടുതലും നാം ചിന്തിക്കാറില്ല. നമുക്കറിയില്ല, മലയാള സിനിമയിലെ പ്രതിഭാശാലിയായ ഒരു നടനാണ് ഉണ്ട പക്രു, ഗിന്നസ് പക്രു എന്നൊക്കെ പറയുന്നത്. 79 സെന്റിമീറ്റർ മാത്രം നീളമുള്ള പക്രു ഇന്ന് ഗിന്നസ് ബുക്കിൽ പേര് നേടിയ ഗിന്നസ് പക്രുവാണ്. മലയാളക്കരയെ ആകെ ചിരിപ്പിച്ച ഒരു മഹാനടനാണ്. തൻ്റെ ഉയരക്കുറവിൽ, തൻ്റെ ശാരീരിക അവസ്ഥയിൽ പരിതപിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് മലയാളക്കരക്ക് ഗിന്നസ് പക്രു എന്ന ഒരു മഹാനടനെ ലഭിക്കില്ലായിരുന്നു. തൻ്റെ വലിപ്പക്കുറവ്, തൻ്റെ പൊക്കക്കുറവ് ഒരിക്കലും തൻ്റെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ പക്രു ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വാഹനം വാങ്ങിയപ്പോൾ ഏറ്റവും വലിയ വാഹനം സ്കോർപിയോ തന്നെ സ്വന്തമാക്കിയത്. സാധാരണ ഉയരമുള്ള ഗായത്രിയെ തന്നെ തൻ്റെ ഭാര്യയാക്കി. മറ്റൊരാൾ നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. കേരളക്കരയാകെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്ന കേരളത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിക്കൊരിക്കലും ഒരു പ്രഭാഷകനായി മാറുന്നതിൽ അദ്ദേഹത്തിന് തടസ്സമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിക്കൊരിക്കലും ഒരു വലിയ നേതാവായി മാറുന്നതിൽ തടസ്സമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിക്ക് നമുക്കൊരിക്കലും ഒരു പരിമിതിയായി കണ്ടിട്ടില്ല. വിക്ക് എപ്പോഴുമില്ല, സംസാരിക്കുമ്പോൾ മാത്രമുള്ളൂ എന്ന് ഫലിതത്തോടെ പറഞ്ഞ് EMS നമ്പൂതിരിപ്പാട് തൻ്റെ ആ കുറവിനെ മറികടന്നു. അതുപോലെ നമുക്കും മറികടക്കാൻ കഴിയണം. നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവുകളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി കുറവുകൾ പരിഹരിക്കാൻ പറ്റിയതാണ് എങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത കുറവുകളാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് തനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്ക് നാം നടന്നെടുക്കുക. ഗിന്നസ് പക്രു ഒരു വലിയ വോളിബോൾ താരമായി മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് എത്തിപ്പെടാൻ സാധിക്കില്ലായിരുന്നു. നമ്മുടെ കുറവുകളും പരിമിതികളും മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നാം സ്വപ്നങ്ങളെ മെനഞ്ഞെടുക്കുക. നാം മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്തുമെന്ന ഉത്തമ വിശ്വാസവും ആത്മവിശ്വാസവും നമ്മളിൽ ഉണ്ടാകുക. അതിനൊക്കെയുള്ള കഴിവ് സർവശക്തനായ തമ്പുരാൻ നമ്മളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം. കഴിവുകളെ കുറവുകളായി കണ്ട് നമ്മളിലെ കഴിവുകളായി തിരിച്ചറിയാനുള്ള ശ്രമം നമുക്കുണ്ടാകട്ടെ. നമുക്കെല്ലാം ഒരുമിച്ച് വിജയത്തിൻ്റെ പാതയിലേക്ക് പോകാം.